എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക്സ്, അഞ്ഞൂര്, നമ്പേശമ്പടി. ദാമ്പത്യ ജീവിതത്തിലെ വലിയൊരു പരാജയത്തിനോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തീരെ ഉദ്ധാരണശേഷി ഇല്ലാത്തവരുണ്ടെങ്കിൽ, കാരണം സാധാരണ പല ആളുകളും നായക്കൊറണ പരിപ്പ്, അമുക്കൂരം, അങ്ങനെയൊക്കെയുള്ള പൊടികളും പല പല ഗുളികകളും ഒക്കെ കഴിച്ചിട്ട് പരിശ്രമിച്ച് പരാജയപ്പെട്ടവരുണ്ടായിരിക്കും, പരിശ്രമിച്ചിട്ട് രക്ഷപ്പെട്ടവരുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ തന്നെയാണ് ഇതിന് നാച്ചുറലായിട്ട് നമുക്ക് ഉദ്ധാരണ പവർ അല്ലെങ്കിൽ ദീർഘസമയം, ബീജം, കൗണ്ട്, അങ്ങനെയുള്ള വന്ധ്യതയൊക്കെ മാറി നല്ല ദാമ്പത്യ ജീവിതത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കരുത്തുണ്ടാക്കുന്നത്. അതൊക്കെ പലവരും കഴിച്ചിട്ടുണ്ടായിരിക്കും. ഈ കഴിക്കുന്നവരൊക്കെ എന്താണ് പ്രശ്നം എന്ന്, ഫലം കിട്ടാതെ വരുന്നതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ 100 ഗ്രാമിന്റെ ഇത്ര പോകുന്നൊരു ഡപ്പയും വാങ്ങുക. ഇതൊരു മാസമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ടാവും തീർക്കുക. 10 ദിവസം കൊണ്ടാണ് ഇത് തീരണം. കാരണം ഒരു ദിവസം ഒരു 10 ഗ്രാം പൊടിയെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം. അങ്ങനെ കഴിച്ചിട്ട് 1.5 കിലോ നമ്മൾ കഴിക്കുമ്പോഴാണ് ഈ ഡാമേജ് ആയി കിടക്കുന്ന അല്ലെങ്കിൽ ഉദ്ധാരണം നഷ്ടപ്പെട്ടത് നമ്മളിലേക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു 15 ബോട്ടിലെങ്കിലും കഴിച്ചിരിക്കണം. അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഒരു കാര്യം. ഈ മരുന്നിന്റെ ഡോസ് അല്ലെങ്കിൽ ആ ഒരു ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് പിടിക്കണമെങ്കിൽ അത് നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണം, അങ്ങനെ നാഡീജനമ്പുകൾക്ക് ബലം ഉണ്ടാവണം, അങ്ങനെ ഉദ്ധാരണ കരുത്തുണ്ടാവണം, അങ്ങനെ വിചാരങ്ങളുടെ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കണം, ബീജത്തിന്റെ അളവുണ്ടായിരിക്കണം. ഇതിനൊക്കെയുള്ള മരുന്നുകളിൽ ഏറ്റവും മൂല്യവത്തായത് തന്നെയാണ് ഈ നായക്കൊറണ പരിപ്പും ശതാവരിക്കിഴങ്ങും നിലപ്പനക്കിഴങ്ങും അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ കഴിച്ചു എന്ന് പറയും. ചിലപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു ഡപ്പ മേടിക്കും, ഇതൊരു മാസം കഴിച്ചിട്ടുണ്ടാവും. അതായത് ഒരെന്നുള്ളിൽ ഇങ്ങനെ എടുത്തിട്ടാവും കഴിക്കേണ്ടാവുക. അപ്പോൾ അളവ് കുറവ് ഒരു പ്രശ്നം. അപ്പോൾ ഒരു 10 ഗ്രാം പൊടിയെങ്കിലും ഒരു ദിവസം കഴിക്കണം. അത് 2 നേരം വെച്ച് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റ്. ഇത് 1.5 കിലോ തൂക്കെങ്കിലും നമ്മൾ കഴിക്കുമ്പോഴാണ് ഇത് നമുക്ക് ശരീരത്തിലേക്ക് പ്രവർത്തനമായിട്ട് വരിക. ഇത് വീക്കായി പോയതിന് റിക്കവറായി വരാൻ തുടങ്ങുക. അപ്പോൾ അങ്ങനെ വീക്കുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുമ്പോൾ കഴിച്ചതിൻ്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങൾ ഈ ഔഷധങ്ങൾ തന്നെ വീണ്ടും നിങ്ങൾ കഴിക്കുക. പോയവരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിച്ചിട്ട് ഒരു 50% ഈ നായക്കൊറണ പരിപ്പോണ്ടൊക്കെ റെഡിയാവും. പിന്നെ അതും കഴിഞ്ഞിട്ട് ബാക്കി ഒരു 25% നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഔഷധങ്ങൾ, ചേരുവകൾ ചേർത്തതായിരിക്കും കഴിക്കണം. എന്നാലേ അവർക്ക് എഫക്റ്റ് ചെയ്യുള്ളൂ. കാരണം അത്രയും മാത്രം വീക്കായിട്ടുണ്ടായിരിക്കും. ബാക്കി 25% ഉണ്ട് എന്ത് കഴിച്ചാലും ഒരു അനക്കമില്ലാത്തവർ. അവർക്കാണ് ഇത്. കാരണം ഇത് ഏതൊരാൾക്കും കഴിക്കുക. കാരണം 50 തുടക്കക്കാർക്കും കഴിക്കുക, എല്ലാത്തിലും പരാജയപ്പെട്ടവർക്കും കഴിക്കാം. അതാണ് ഇതിന്റെ ഒറ്റക്കൈ പ്രയോഗം എന്ന് പറയുന്നത്. ഒരു അവസാന കൈ എന്ന് പറയുന്നതാണ് ഈ പറയുന്നത്. കാരണം ഇത് കഴിച്ചിട്ട് ഒരെനക്കോ അല്ലെങ്കിൽ പിന്നെ നാമം ചെല്ലിരിക്കാനേ പറ്റുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ മരുന്ന് ഉണ്ടാക്കുമ്പോൾ ഒന്നാമത് മറ്റൊരു കാര്യം, നിങ്ങളിത് സ്വകാര്യമായിട്ട് മൂടി വെച്ചിരിക്കേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു. കാരണം 90% അല്ലെങ്കിൽ 99, 100% ആളുകളുടെയും പുരുഷന്മാരുടെയും ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ പണ്ടൊക്കെ കുടുംബകലഹം ഉണ്ടായിരുന്നത് ചാത്തനെ വിട്ടിട്ടും ചൊവ്വേനെ വിട്ടിട്ടും അല്ലെങ്കിൽ ശത്രുക്കളെ കൊണ്ടൊക്കെയുള്ള മാരണപ്രയോഗം, പരസ്പര കുനിറ്റും കുശുമ്പോണ്ടൊക്കെ കുടുംബ വിരോധങ്ങളും വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ദമ്പതികളിൽ ഉണ്ടായിരുന്ന വിള്ളല് പോലെയല്ല ഇന്നത്തെ വിള്ളല്. ഇന്നത്തെ വിള്ളല് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചിട്ടൊന്നല്ല, ദാമ്പത്യ ജീവിതത്തിലെ പരാജയം കൊണ്ടാണ് പലവരുടെയും കുടുംബം തകരുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നക്കാർ നമ്മുടെ അടുത്തേക്ക് ജ്യോതിഷം നോക്കാനും വൈദ്യപരമായിട്ട്, മാന്ത്രികപരമായിട്ട് അങ്ങനെ പല തരത്തിലുള്ള ആളുകളും നമ്മളിലേക്ക് വരുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. നിങ്ങളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു മരുന്ന് കഴിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ സ്വകാര്യമായിട്ട് കഴിക്കുക എന്നുള്ള ഒരു ലെവല് മാറ്റുക. ആ ഒരു ഇത് ആൾക്കാരെ അറിഞ്ഞാൽ എന്താവും, ഭാര്യ അറിഞ്ഞാൽ എന്താവും, അങ്ങനെ മൂടി വെച്ചിട്ടും ഒക്കെ മാനസികമായിട്ട് ഇറിറ്റേഷൻ വരികയാണ്. ഇതൊരു വളരെ ഒരു പ്രശ്നമായിട്ട് വരികയാണ് പലർക്കും. അപ്പോൾ നിങ്ങളത് തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇനി നല്ല രീതിയിൽ ചികിത്സിച്ചാലേ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ചികിത്സ ഒരു കാര്യമാണ് ഈ പറയുന്നത്. അത് വളരെ നഷ്ടപ്പെട്ടവർക്കും അല്ലെങ്കിൽ തുടക്കം തന്നെ ഉള്ളവർക്കും ഇത് കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇതിന് വേണ്ടത് 1/2 കിലോ
കുറുന്തോട്ടി വാങ്ങുക. 1/2 കിലോ അമക്കുരം അശ്വഗന്ധം എന്ന് പറയുന്നത് ഒരേ ഒരു മരുന്നാണ്, ഇത് വാങ്ങുക. 1/2 കിലോ എന്താണ് വയൽച്ചുള്ളി വിത്ത് എന്ന് പറഞ്ഞിട്ട് കിട്ടും. വയൽച്ചുള്ളി വിത്ത്, വയൽച്ചുള്ളി അരി എന്നും പറയും. ഈ സാധനമാണ് നമുക്ക് വേണ്ടത്. പിന്നെ കർക്കിടക ശൃംഗി, അത് 100 ഗ്രാം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കഷായം വെക്കേണ്ടത്. ഈ കഷായം വെക്കുന്നത് അങ്ങനെയാണ്, 50 ഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ 4 നാഴി വെള്ളം എന്നുള്ള തരത്തിൽ വേണം ഈ കഷായം വെക്കാൻ. കഴുകി ഉണക്കിയതിന് ശേഷം ഇത് ചതച്ചിട്ട് ഇത് കഷായം വെക്കണം. ഇത് 50 ഗ്രാം മരുന്നിന് 4 നാഴി വെള്ളമാണ് വെക്കേണ്ടത്. എന്നിട്ട് 1 നാഴിയേക്ക് വറ്റിക്കുകയും ചെയ്യാം. നമുക്ക് വേണ്ട, അല്ലെങ്കിൽ വലിയൊരു സ്റ്റീലിൻ്റെ പാത്രം നമുക്ക് വേണം. അപ്പോൾ ഇത് ഒക്കെ ഇട്ടതിന് ശേഷം ഇത് ചതച്ചിട്ടാണെങ്കിൽ ഇതൊരു 3 ഇരട്ടി വെള്ളം വെച്ചാൽ മതി. അപ്പോൾ വെച്ചതിന് ശേഷം ഇത് നന്നായി വറ്റിക്കുക. വറ്റിച്ചതിന് ശേഷം അത് പിഴിഞ്ഞരിച്ചെടുക്കുക. അതിന് നിങ്ങളുടെ ഈ മരുന്നിനനുസരിച്ച വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ പാത്രം ഒക്കെ ചെറുതാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ മരുന്നൊക്കെ ഇട്ടതിന് ശേഷം ഇതിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം നമ്മൾ ചുടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് തിളപ്പിച്ച് വറ്റിക്കുക. വറ്റിക്കഴിഞ്ഞതിന് ശേഷം അത് പിഴിഞ്ഞരിച്ചിട്ട് അതിൽ നമ്മൾ എന്ത് വേണം, നായക്കൊറണ പരിപ്പ് കുതിർത്തുക. ഇപ്പോൾ നായക്കൊറണ പരിപ്പ് 1 കിലോ അല്ലെങ്കിൽ ഒരു 1/2 കിലോ മേടിക്കുക. നായക്കൊറണ പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് അത് 2 ദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരും. ഇട്ട് വെച്ചിട്ട് അത് ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ തോട് കളയുക. തോട് കളഞ്ഞിട്ട് ആ പരിപ്പ് മാത്രം എടുക്കുക. പിന്നെ മുരിങ്ങാക്കുരു, അമക്കൂരം, മുരിങ്ങാക്കുരു, പാൽമുതിക്കിൻ കിഴങ്ങ്, ശതാവരിക്കിഴങ്ങ്, നിലപ്പനക്കിഴങ്ങ് ആണ് പിന്നെ ചേർക്കേണ്ടത്. സാധനങ്ങൾ എടുത്തതിന് ശേഷം ഇതൊക്കെ കൂടി അതിലേക്ക് ഒരു 4 ലിറ്ററോ 3 ലിറ്ററോ പാൽ ഒഴിക്കുക. ഈ കഷായവും ഈ പാലും കൂടിയിട്ട് ഈ മരുന്നും കൂടി വേവിച്ച് വറ്റിക്കണം. വറ്റിച്ചതിന് ശേഷം എന്ത് വേണം, ഇത് നന്നായി ഉണക്കി പൊടിക്കണം. വറ്റി ഡ്രൈ ആയി കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഉണക്കി പൊടിക്കണം. ഉണക്കി പൊടിച്ച പൊടി ഓരോ ടീസ്പൂൺ വീതം 2 നേരം കഴിക്കുക. അപ്പോൾ ഈ പൊടി തീരുമ്പോഴേക്കും നിങ്ങളുടെ ദാമ്പത്യ ലൈംഗിക പവർ പൂർണ്ണ കരുത്തോടുകൂടി തിരിച്ചു കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതാണ് ലൈംഗിക ബലഹീനത, ഉദ്ധാരണ പവർ, ബീജക്കുറവ്, സമയക്കുറവ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുകൊണ്ട് റെഡിയാവും. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്രേസ് ഉണ്ടായിരിക്കും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചുളിവുകൾ മാറും, നാഡീഞരമ്പുകൾക്ക് ബലം കിട്ടും, നമുക്ക് യൗവനകാന്തി വർദ്ധിക്കും, ഒരു 20 വയസ്സ് കുറഞ്ഞതിൻ്റെ സൗന്ദര്യം വരും, എല്ലാ തരത്തിലും നല്ല സ്റ്റാമിന നമുക്കുണ്ടാവും. ഇതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. ഇത് കഴിഞ്ഞാൽ പിന്നെ ലിംഗത്തിലേക്ക് വേണ്ട ബലഹീനത. ലിംഗത്തിൽ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാം, ചിലപ്പോൾ രക്തോട്ടം പമ്പിങ് ഉണ്ടാവില്ല, ചിലർക്ക് അത് ക്ഷയിച്ചെടുക്കും, ബലം തീരെ ചില ആ ഒരു ഞരമ്പുകൾക്ക് ശക്തി കുറവാകും. ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഇതിന് നല്ല വാജീകരണാദി തൈലം എന്ന് പറഞ്ഞിട്ട് തൈലുണ്ട്, അല്ലെങ്കിൽ കാമവർദ്ധിനി എന്ന് പറഞ്ഞിട്ട് തൈലുണ്ട്. ഈ കാമവർദ്ധിനി തൈലമൊക്കെ 1000 രൂപയാണ് വില, ആമസോണിൽ കിട്ടും. അതിന് വേണമെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കാം. ഈ വാജീകരണാദി തൈലം ആമസോണിൽ കിട്ടും, പിന്നെ നമ്മുടെ കയ്യിലും കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ പുറമെ ഈ തൈലം പുരട്ടലും ഈ മരുന്ന് കഴിക്കലും കൂടി ആകുമ്പോൾ, ഇപ്പോൾ ഈ 1000 രൂപയുടെ എന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലിലേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ തൈലം നമ്മൾ പുരട്ടലും നമ്മൾ ഈ മരുന്ന് കഴിക്കലും കൂടി കഴിഞ്ഞാൽ ഈ മരുന്ന് തീരുമ്പോഴേക്കും നിങ്ങളുടെ ലൈംഗിക ബലഹീനത എന്ന് പറയുന്നത്, ആരോഗ്യക്കുറവ്, നാഡീഞരമ്പുകൾക്കുള്ള ബലക്കുറവ്, പിന്നെ എന്താ പറയുക, യൗവനകാന്തി, നമ്മുടെ എല്ലാ പ്രസരിപ്പും നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇതൊരാൾ സ്വകാര്യമായിട്ട് എടുത്തു വാങ്ങിയിട്ട് ആരും കാണാണ്ട് കാച്ചി ഉണ്ടാക്കാൻ പറ്റണതല്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ദമ്പതികളായിട്ടുള്ള ആളുകൾ, ഭാര്യയും ഭർത്താവും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനും ഇത് ആരോഗ്യത്തിനും നല്ലതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ചെയ്യുക. ഇത് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഇത് സ്ത്രീകൾക്ക് കഴിക്കാം. സ്ത്രീകൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മാരടം വലുതാവാൻ, നമ്മുടെ ശരീര കാന്തി ഉണ്ടാവാൻ, മുഖച്ചുളിവുകൾ മാറാൻ, അകാല വാർദ്ധക്യം മാറാൻ, ഓവുലേഷൻ്റെ പ്രശ്നം, അസ്ഥിയുരുക്കം, അങ്ങനെ യോനിയിൽ ഉണ്ടാവുന്ന രോഗങ്ങൾ, മൂത്രക്കടച്ചിൽ, മൂത്രപ്പഴുപ്പ്, മൂത്രച്ചൂട്, ഇമാതിരി കാര്യങ്ങളൊക്കെ മാറും. ആണുങ്ങൾക്കാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, അതുപോലെ ഒരുപാട് ലൈംഗികപരമായിട്ടും മൂത്രാശയപരമായിട്ടുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും കൂടിയിട്ട് വളരെ എഫക്റ്റീവാണ്. ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ വാങ്ങുമ്പോഴാണ്, ഇത്രയും മെനക്കെട്ട് ഒരാൾ ചെയ്തു തരുമ്പോൾ 1/2 കിലോന് തന്നെ നമുക്ക് എത്ര രൂപ ചിലവ് വരുന്നറിയോ? 2000 രൂപ, 2500, 3000 രൂപ നമ്മളിത് വാങ്ങും.
കാരണം ഇത്രയും പർപ്പസ് ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതൊരു 3 കിലോനോ 2 കിലോനോ കഴിക്കേണ്ടി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് 10-15,000 രൂപയോളം മുതൽ മുടക്കും വരും. ഈ ആയുർവേദം കഴിച്ചിട്ട് നമുക്ക് ആൾക്കാർ 1 ടീസ്പൂൺ കൊണ്ട് കഴിച്ചിട്ട് പിറ്റേ ദിവസം ഒരു ഗുണമല്ല എന്ന് പറയുന്നതാണ് ഇതിന്റെ പ്രശ്നം. നിങ്ങളൊരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിനൊരു 1.5 കിലോനൊക്കെ മൊത്തം കഴിച്ച് 2 കിലോനോളം കഴിച്ചു വരുമ്പോഴാണ് ഈ മരുന്നിന്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് ആവുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിന് ധാതുപുഷ്ടി ചൂർണം എന്ന് പറഞ്ഞിട്ട് ചൂർണ്ണുണ്ട്. നമ്മളെ കയ്യിലുണ്ടായത് 900 രൂപയാണ്. അത് 300 ഗ്രാമാണ്. അപ്പോൾ ഒരു 3-4 പാക്കറ്റൊക്കെ നിങ്ങൾ കഴിക്കേണ്ടി വരും. പിന്നെ ഇതിനെ രതികൽപ്പ ചൂർണം എന്ന് പറഞ്ഞിട്ട് ആമസോണിലുണ്ട്. അത് 2000 രൂപയാണ് വില. അപ്പോൾ ഇതിങ്ങനെയുള്ള കോമ്പിനേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്താണ് ഇത് കഴിക്കാനുള്ള ഒരു ഇത് നിങ്ങൾ കാണിക്കണം. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ലൈംഗിക ബലഹീനതാപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് മാറും എന്നാണ്. പക്ഷെ ഇതുകൊണ്ട് ഫലം കിട്ടാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ഇത്രയും കഴിച്ചിട്ട് മാറ്റമില്ലാത്ത ഒരാളാണെങ്കിൽ, ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് മാറി തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കഴിക്കുക. തീരെ ഒരു രക്ഷയില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പിന്നെ നിങ്ങൾ ആലോചിക്കുകയും വേണ്ട. കാരണം അടിവരട്ട് പറയാവുന്ന ഏറ്റവും നല്ല കോമ്പിനേഷനാണ് ഈ ഔഷധ ചേരുവ. അതാണ് എടുത്തു പറയുന്നത്. അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുടെ കുടുംബ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു അമൂല്യമായ ഒരു ഔഷധ ചേരുവകൾ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും